ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് പോകാൻ ഡ്രസ്സൊക്കെ മടക്കി വെക്കാം കേട്ടോ. തലേ ദിവസം ഏട്ടന് വീട്ടിൽ പോയതുകൊണ്ട് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. പിന്നെ അത് 8 മണിയായപ്പോഴത്തേക്ക് ഷോപ്പിലേക്കും പോവാണ്. ഇന്നിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നോമ്പർ കഴിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ചെയ്യുന്നു കേട്ടോ ഞാൻ തീരുമാനിച്ചപ്പോൾ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചേട്ടൻ തന്നെ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ള മസാലകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹരിതസേനത്തിൻ്റെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് അതൊക്കെ കൊടുത്ത് പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് 2 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബേജാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ നോമ്പർ കഴിക്കില്ലേ, അപ്പം തികയൂലേ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എണ്ണക്കടി ഉണ്ടാക്കാൻ വെച്ചിട്ടോ. പിന്നെ ഒരു മധുരം കൂടി വേണമല്ലോ. അപ്പം പിന്നെ തേങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒരു നമ്മളെ സമൂസ ഷീറ്റിൽ ഇതാക്കുമല്ലോ. അപ്പോൾ അതും കൂടി ആക്കാണ്. അപ്പോഴേക്കും പിന്നെ 3ാമത്തെ ബ്രദറിൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളും കൂടി ഉണ്ടായിരുന്നു സഹായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുഞ്ഞും വെള്ളയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു മസാല രൂപത്തിലാണ് കേട്ടോ നമ്മൾ പൊരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ മൂത്ത താത്തയും 2ാമത്തെ താത്തയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മുടെ മന്തിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ അത് നമുക്ക് പൊരിക്കാനുള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ചോറ് മൂത്ത താത്ത റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളെന്നെ അതൊക്കെ ഇട്ടു. പിന്നെ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് മന്തിയും കൂടി ദം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ സമൂസയും അതുപോലെ തന്നെ ഉള്ളിവടയും ഉണ്ടാക്കിയിട്ടോ. കുറച്ച് മുട്ട ബജിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളെ മാങ്ങ പൾപ്പും കൊണ്ടുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് അപ്പോഴേക്കും 6:35 ആയിട്ടുണ്ട് കേട്ടോ. നോമ്പർക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ഫ്രൂട്ട്സും ബത്തക്കയും ആപ്പിളും ഓറഞ്ചും മുന്തിരിയും പിന്നെ ഇതാ എണ്ണക്കടികളൊക്കെ സെറ്റ് ചെയ്തു. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ 4ാമത്തെ നോമ്പ് ഇവിടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ചെറിയൊരു നോമ്പ് തുറയായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.